ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വചനം തിരുവചനം എന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ വചനപ്രഘോഷണ സമയത്ത് ഇവ കേൾക്കുന്ന കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ കുടുംബങ്ങളിൽ നിന്ന് എല്ലാവിധ ആകുലതകളും അസ്വസ്ഥതകളും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ജീവിക്കുന്നത് ആകുലതകളുടെ ഒരു ലോകത്താണ്. നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് ആകുലത, അസ്വസ്ഥത. മകനെക്കുറിച്ചോർത്തുള്ള ഭയപ്പാടുകൾ, മകളെക്കുറിച്ചോർത്തുള്ള ആകുലതകൾ, സാമ്പത്തിക മേഖലകളെക്കുറിച്ചുള്ള ആകുലതകൾ, വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള ആകുലതകൾ. അങ്ങനെ ലോകത്ത് അനവധിയായ ആകുലതകളാൽ നാം വളരെയധികം അസ്വസ്ഥരാണ്. കടബാധ്യതകൾ വരുമോ ഇല്ലയോ, വിവാഹം തകരുമോ ഇല്ലയോ, എൻ്റെ മകന് ജോലി കിട്ടുമോ ഇല്ലയോ, അങ്ങനെ അസ്വസ്ഥതയോടുകൂടിയാണ് നാം ജീവിക്കുന്നത്. എനിക്കിന്ന് നിങ്ങളെ പഠിപ്പിക്കാനുള്ളത്, ദൈവത്തിൽ വിശ്വസിക്കുകയും അവിടുത്തെ വചനമനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരുടെ ജീവിതത്തിൽ ആകുലതയ്ക്ക് യാതൊരു സ്ഥാനവുമില്ല. ദൈവത്തിൻ്റെ തിരുഹിതമനുസരിച്ച് ജീവിക്കുന്നവർക്കും ദൈവവചനം ഹൃദയത്തിൽ സ്വീകരിച്ച് ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ ജീവിതത്തിൽ ആകുലതയ്ക്ക് യാതൊരു സ്ഥാനവുമില്ല എന്നുറക്കെ പറയാനാണ് ഇന്നത്തെ വചനം തിരുവചനം എന്ന ഈ ശുശ്രൂഷ ഞാൻ ഉപയോഗിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33 മുതൽ 34 വരെയുള്ള വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക. നാം ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ തിരുഹിതം എന്താണ്, അവ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് നാം പരിശ്രമിക്കുക. വചനം തുടർന്ന് പറയുകയാണ്, അങ്ങനെ നീ ദൈവത്തിൻ്റെ തിരുഹിതവും നീതിയും അന്വേഷിക്കുമ്പോൾ മറ്റുള്ളവയെല്ലാം നിനക്ക് ലഭിക്കും. മറ്റെല്ലാ അനുഗ്രഹങ്ങൾ, നിൻ്റെ മകന്, നിൻ്റെ മകള്, നിൻ്റെ സാമ്പത്തിക മേഖലകൾ, നിൻ്റെ കുടുംബ ബന്ധങ്ങൾ, നിൻ്റെ നിയോഗങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അതിനാൽ നീ നാളെയെക്കുറിച്ചോർത്ത് ആകുലപ്പെടരുത്. നീ നാളെയെക്കുറിച്ചോർത്ത് അസ്വസ്ഥനാകരുത്. നീ ചെയ്യേണ്ടത് ഇന്ന് നിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാനായിട്ട് പരിശ്രമിക്കുക. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവവചനത്തിലൂടെ, ധ്യാനങ്ങളിലൂടെ ദൈവത്തിൻ്റെ തിരുഹിതം എന്തെന്ന് തിരിച്ചറിയാനായിട്ട് നാം പരിശ്രമിക്കണം. എന്നിട്ട് നാം ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് യോജിച്ച രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക. ദൈവത്തിൻ്റെ നിയമങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക. നീതിനിഷ്ഠയിൽ ജീവിക്കാനായിട്ട് പരിശ്രമിക്കുക. നമ്മോടുള്ള നീതി, നമ്മുടെ കുടുംബത്തോടുള്ള നീതി, സഭയോടുള്ള നീതി, നമ്മുടെ രാജ്യത്തിനോടുള്ള നീതി,
ഈ ലോകത്തിനോടുള്ള നീതി. അങ്ങനെ നമ്മുടെ ജീവിതം നീതിനിഷ്ഠയിൽ ആക്കുക. നമ്മുടെ ജീവിതത്തിൽ കരുണയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. കരുണയുടെ ജൂബിലി വർഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ ക്രൈസ്തവൻ്റെ മുഖവും യേശുക്രിസ്തുവിൻ്റെ മുഖമായിട്ട് മാറണം. ഓരോ ക്രൈസ്തവനെ കാണുന്നവർ യേശുവിനെ കാണണം. ക്രൈസ്തവൻ്റെ ശബ്ദം കേൾക്കുന്നവൻ യേശുവിൻ്റെ ശബ്ദമായിരിക്കണം കേൾക്കേണ്ടത്. അങ്ങനെ കരുണയുടെ, സ്നേഹത്തിൻ്റെ, തോറ്റുകൊടുക്കലിൻ്റെ, വിട്ടുവീഴ്ചകളുടെ ഉപകരണമായിട്ട് നാം ഓരോരുത്തരും മാറണം. ഏറ്റവും അവസാനം ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ജീവിതശൈലി നമ്മുടെ ജീവിതത്തിലേക്കും കൊണ്ടുവരിക, നമ്മുടെ മക്കളുടെ ജീവിതത്തിലേക്കും അത് പകർന്നു കൊടുക്കുക. പുതിയ തലമുറകൾ അറിയട്ടെ, ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ പത്രോസ്ലീഹ പഠിപ്പിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ മുൻപിൽ താഴ്മയോടെ നിൽക്കുമ്പോൾ ദൈവം തക്ക സമയത്ത് മക്കളെ നിങ്ങളെ ഉയർത്തിക്കൊള്ളുമെന്ന് നമ്മുടെ ജീവിതം കൊണ്ട് പുതിയ തലമുറക്ക് പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. എന്നാൽ സ്വാർത്ഥതയും അഹങ്കാരവും ഉള്ളവർക്ക് ദൈവത്തിൽ ആശ്രയിക്കാൻ സാധിക്കില്ല. സ്വാർത്ഥതയും അഹങ്കാരത്തിലും ജീവിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ തിരുഹിതം തിരിച്ചറിയാനുള്ള ജ്ഞാനം ലഭിക്കില്ല, ആത്മാവിന് ലഭിക്കില്ല. നല്ലതേത് ചീത്തയേതെന്ന് തിരിച്ചറിയാൻ പറ്റാതെ അവരുടെ കണ്ണുകളും ഹൃദയങ്ങളും ആത്മാവും അടക്കപ്പെട്ടതായിരിക്കും. ഈ സമയത്ത് നാം എന്നും ഓർക്കേണ്ടത്, നാം ഓരോരുത്തരും ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തിൻ്റെ സമ്മാനമാണ്. അപ്പം ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരായ നാം ദൈവത്തിൻ്റെ മുൻപിൽ തുറവിയോടെ എളിമയോടെ നിൽക്കുവിൻ എന്ന കത്തോലിക്ക ദൈവശാസ്ത്രം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിലൂടെ പകർന്നു കൊടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കണം. മത്തായി 6:30. ഈ ഒരു ആധ്യാത്മികത മുറുകെ പിടിക്കുന്ന കത്തോലിക്കന് നാളെയെക്കുറിച്ചോർത്ത് അസ്വസ്ഥനാകേണ്ട. മത്തായിയുടെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുകയാണ്, ഇന്നുള്ളതും നാളെ അടുപ്പിൽ എറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം ഇപ്രകാരം മനോഹരമായിട്ട് അലങ്കരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ അവിടുന്ന് എത്രയധികം അലങ്കരിക്കുകയില്ല. വെറും പുല്ല് ദൈവം എന്തുമാത്രം കരുണയോടുകൂടിയാണ് അതിനെ പരിപാലിക്കുന്നത്. സർവത്തിൻ്റെയും അതിനാഥനും കാറ്റിൻ്റെ ചിറകളിൽ സഞ്ചരിക്കുന്നവനുമായ ദൈവത്തിന് മനുഷ്യർ എത്രമാത്രം പ്രിയപ്പെട്ടവനാണ്. അപ്പോൾ ആ മനുഷ്യനെ എന്തുമാത്രം സ്നേഹത്തോടു കൂടിയായിരിക്കും ദൈവം പരിപാലിക്കുക. നമ്മുടെ ഓരോരുത്തരുടെയും ആകുലതകൾ അകറ്റാൻ, നമ്മുടെ അസ്വസ്ഥതകൾ അകറ്റാൻ, നമ്മുടെ അകാരണ ഭയങ്ങൾ അകറ്റാൻ, വിഷാദത്തിൽ നിന്നും നിരാശയിൽ നിന്നും രക്ഷപ്പെടുവാൻ നാം ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ്. വിശ്വാസപൂർവം, വിശ്വാസത്തോടെ സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കുക. സർവശക്തനായ ദൈവത്തിൻ്റെ മുൻപിൽ കരങ്ങൾ ചേർത്ത് പിടിച്ച് കുടുംബത്തോടൊപ്പം ചേർന്ന് ദൈവത്തിൻ്റെ മുൻപിൽ വിശ്വാസത്തോടെ, ദൈവമേ നീ ഞങ്ങളുടെ ആശ്രയവും അഭയവുമാണെന്ന് ഏറ്റുപറയുക. യേശുവിനെ നല്ല മനുഷ്യനും ഗുരുവുമായി കണ്ടല്ല,
യേശുവിൻ്റെ തത്വചിന്തകൾ മൂലം യേശുവിനെ വലിയ തത്വചിന്തകനായിട്ടോ വലിയ പണ്ഡിതനായിട്ടോ വലിയ ഗുരുവായിട്ടോ അല്ല കാണേണ്ടത്. ദൈവത്തിൻ്റെ പുത്രനായ യേശുവായിട്ട്, എന്നെ രക്ഷിക്കാൻ വന്ന, എൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ വന്ന, അവൻ്റെ ക്ഷതങ്ങളാൽ എൻ്റെ ക്ഷതങ്ങളെ ഇല്ലാതാക്കുന്ന, എൻ്റെ മുറിവുകളെ സുഖപ്പെടുത്താൻ വന്ന ദൈവത്തിൻ്റെ പുത്രനായിട്ട് യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുകയും അവനെ എൻ്റെ രക്ഷകനും നാഥനുമായിട്ട് ഞാൻ സ്വീകരിക്കുമ്പോൾ വേറെ ഒന്നിനെക്കുറിച്ചും ഞാൻ ആകുലപ്പെടേണ്ട, എൻ്റെ കുടുംബം അസ്വസ്ഥമാകേണ്ട. എൻ്റെ കുടുംബം യേശുവിൻ്റേതാണ്, കർത്താവായ യേശുവിൻ്റേത്. എൻ്റെ കുടുംബത്തിൻ്റെ രക്ഷകനും നാഥനും യേശുവാണ്. ഈ ഒരു വിശ്വാസത്തോടെ കർത്താവിൻ്റെ മുൻപിൽ താഴ്മയോടെ നിൽക്കുന്നവന് ഭയപ്പെടുകയോ ആകുലപ്പെടുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. ക്രിസ്തു തന്നെ നമ്മെ പഠിപ്പിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാമത്തെ വാക്യം, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാക്കേണ്ട. നിങ്ങൾ ഒന്നിനെക്കുറിച്ചോർത്തും ആകുലപ്പെടേണ്ട. മകനെക്കുറിച്ചോ മകളെക്കുറിച്ചോ സ്വത്തിനെക്കുറിച്ചോ യാത്രയെക്കുറിച്ചോ ആകുലപ്പെടേണ്ട. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. നമ്മുടെ രക്ഷകനായ ക്രിസ്തു ഓരോ കത്തോലിക്ക കുടുംബങ്ങളോടും പറയുകയാണ്, യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ മകനോടും മകളോടും പറയുകയാണ്, നിങ്ങളുടെ കുടുംബം അസ്വസ്ഥമാക്കേണ്ട. നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അസ്വസ്ഥരാകേണ്ട. നിങ്ങൾ കർത്താവിൽ ആശ്രയിക്കുവിൻ, ദൈവത്തിൽ ആശ്രയിക്കുവിൻ. വചനം പറയുന്നു, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അനവധിയായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നാം. ഒരമ്മ എല്ലാ വ്യാഴാഴ്ചകളിലും അവരുടെ മകനുമായിട്ട് എൻ്റെ അടുത്തേക്ക് വരും. മന്ദബുദ്ധിയും മാനസിക രോഗിയും അവരെ ഉപദ്രവിക്കുന്ന ഒരു മകനെ കൂട്ടിക്കൊണ്ട്, അവനറിയില്ല അവൻ ചെയ്യുന്നത് എന്താണെന്ന്. അവൻ്റെ അമ്മയെ അടിക്കുകയും ചവിട്ടുകയും ദേഹോപദ്രവമേൽപ്പിക്കുകയും ചെയ്യും. എന്നിട്ടും എല്ലാ വ്യാഴാഴ്ചകളിലും ഭാരമേറിയ മകനെയും നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ അമ്മ വരും, ദൈവമേ, ഈ വേദനകളെല്ലാം അങ്ങയോട് ചേർന്ന് ഞാൻ സഹിക്കുന്നു. ഓരോ തവണത്തെയും ആശീർവാദം സ്വീകരിച്ച് അവർ ഭവനത്തിലേക്ക് പോകുമ്പോൾ അവരുടെ ജീവിതത്തിലെ പീഡനങ്ങൾ മാറിപ്പോകുന്നു എന്നല്ല, നേരെ മറിച്ച് ആ അമ്മയ്ക്ക് ഒരു പുതിയ ശക്തി കിട്ടുകയാണ്. തൻ്റെ ഈ ലോക ജീവിതത്തിലെ തൻ്റെ കഷ്ടതകൾ, തൻ്റെ വിഷമതകൾ ക്ഷമയോടുകൂടി സഹിച്ചുകൊണ്ട് തൻ്റെ ആകുലതകളും തൻ്റെ ഭയങ്ങളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് അവർ പോകുമ്പോൾ പറയും, ഈശോ ഉണ്ടച്ച എൻ്റെ കൂടെ, കർത്താവായ ഈശോ എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ ഒന്നിനെക്കുറിച്ചോർത്തും ആകുലപ്പെടുകയില്ല. ഈ കഴിഞ്ഞ ദിവസം ക്യാൻസർ രോഗിയായ ഒരു മകൻ വന്നു, അച്ഛാ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിച്ചു, ഈശോയെ ഈ മകന് സൗഖ്യം കൊടുക്കണമേ. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, മരുന്ന് കഴിക്കുന്നുണ്ടോ, ചികിത്സ ചെയ്യുന്നുണ്ടോ? വളരെ ശാന്തനായിട്ട് പറഞ്ഞത്, അച്ഛാ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് ഇനി ഒന്നും ചെയ്യാനില്ല. ഞാനിപ്പോൾ വളരെ ശബ്ദത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. പക്ഷെ മരണം മുന്നിൽ കണ്ടുകൊണ്ട്
രോഗിയായി ശബ്ദം ഒന്ന് നന്നായി സംസാരിക്കാൻ പോലും ആകാതെ എന്നോട് പറയുകയാണ്, അച്ഛാ, ഡോക്ടർമാർ പറഞ്ഞത് ഇനി ഒന്നും ചെയ്യാനില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ഡോക്ടർമാർക്കോ മരുന്നുകൾക്കോ ഇനി ഒന്നും ചെയ്യാനില്ല എന്നറിഞ്ഞിട്ടും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തൻ്റെ ആകുലതകളും തൻ്റെ ദുഃഖങ്ങളും തൻ്റെ മരണഭയങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഒരു ചെറിയ ആശീർവാദത്തിലൂടെ ശക്തിപ്പെട്ട് സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന മകനും നമ്മുടെ മുൻപിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ആകുലപ്പെടേണ്ട എന്ന് പഠിപ്പിക്കുന്ന വലിയ ഉദാഹരണങ്ങളാണ്. വൈദ്യശാസ്ത്രം കൈവിട്ട രോഗങ്ങൾ, വീട്ടിൽ തീർക്കാനാവാത്ത കടബാധ്യതകൾ, മക്കളുടെ മദ്യപാനം, മയക്കുമരുന്ന്, നിരന്തരമായ കലഹങ്ങൾ, കുടുംബത്തകർച്ച, രോഗപീഠകൾ, നട്ടെല്ലിൻ്റെ വേദനകൾ, അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങളിലൂടെയൊക്കെ നാം കടന്നു പോവുകയാണ്. ദൈവവചനം പഠിപ്പിക്കുന്നത് ചില വ്യക്തികൾ ഇവയൊക്കെ മറികടക്കാൻ ചില കുറുക്കു വഴികളിലൂടെ പോകാൻ ആഗ്രഹിക്കുന്നു. മന്ത്രങ്ങളും തന്ത്രങ്ങളും കൂടോത്രങ്ങളും മഷിനോട്ടവും കൈനോട്ടവും അവസാനം പണനഷ്ടം, മാനനഷ്ടം, അവസാനം നിരാശയിലും സങ്കടത്തിലും ചെന്നുപെടും. ആത്മഹത്യയുടെ വക്കത്ത് വരെ എത്രയോ പേര് എത്തിച്ചേരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാണ് നമ്മുടെ ദൈവം? ശൂന്യതയിൽ നിന്ന് എല്ലാം സൃഷ്ടിച്ചവനാണ് നമ്മുടെ ദൈവം. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈ ലോകത്തിന് രൂപം കൊടുത്തവനാണ് നമ്മുടെ ദൈവം. കടലിനെ ശാന്തമാക്കിയവനാണ് നമ്മുടെ ദൈവം. കൊടുങ്കാറ്റിനെ ശാന്തനാക്കിയവനാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിന് നമ്മുടെ പ്രതിസന്ധികളിൽ, നമ്മുടെ പ്രയാസങ്ങളിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിത പ്രശ്നങ്ങളിൽ ദൈവത്തിന് ഇടപെട്ട് പരിഹരിക്കാൻ കഴിവില്ല എന്ന് നീ വിശ്വസിക്കുന്നുവോ? ഉറച്ച ബോധ്യത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം നമ്മളെ ശക്തിപ്പെടുത്തും. നമ്മുടെ അനുദിന ജീവിതത്തിലെ പ്രയാസങ്ങളെയും സങ്കടങ്ങളെയും തകർച്ചകളെയും ദുരന്തങ്ങളെയും അതിജീവിക്കാനുള്ള വലിയ ശക്തി ഈ ലോകത്തിലെ മനുഷ്യൻ്റെ കണ്ണുകൾക്കോ ബുദ്ധിക്കോ മനസ്സിലാക്കാൻ സാധിക്കാത്ത സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ ശക്തി, അപ്പോസ്തല പ്രവർത്തനം 1:8 പറയുന്നത് പോലെ ഉന്നതങ്ങളിൽ നിന്ന് ഉള്ള ആ വലിയ ശക്തി, അവ നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഏത് തകർച്ചകളിൽ നിന്നും, ഏത് അസ്വസ്ഥതകളിൽ നിന്നും, ഏത് ബന്ധനങ്ങളിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുവാൻ നമുക്ക് സാധിക്കും. ഫിലിപ്പിയക്കാർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം നമ്മെ പഠിപ്പിക്കുകയാണ്, ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട. വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ആ പുതിയ നിയമത്തിലെ പ്രവാചകൻ, ശക്തനായ പ്രവാചകൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ പൗലോസ് ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്, ഒന്നിനെക്കുറിച്ചോർത്തും ആകുലപ്പെടേണ്ട, അസ്വസ്ഥരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞത സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അർപ്പിക്കാൻ വിശുദ്ധ പൗലോസ് നമ്മെ പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, ജീവിതത്തിലെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ വിഷാദത്തിലേക്കോ നിരാശയിലേക്കോ സങ്കടത്തിലേക്കോ കൂപ്പുകുത്തേണ്ട. വിശുദ്ധ പൗലോസ്ലീഹയോട് ചേർന്ന് നമുക്ക് ദൈവത്തിനോട് ചേർന്ന് നിൽക്കാം. വചനം പറയുന്നത് പോലെ കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ യാചനകൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിലെ ഏത് ദുർഗന്ധം നിറഞ്ഞ അവസ്ഥയാണെങ്കിലും കർത്താവായ യേശുവിന് അവയിൽ നിന്ന് നമുക്ക് വിടുതൽ തരുവാൻ കഴിവുണ്ട്.
ലാസറിൻ്റെ സഹോദരി മാർത്ത ഈശോയോട് പറഞ്ഞു, യോഹന്നാൻ 11:39, കർത്താവേ, ഇപ്പോൾ ദുർഗന്ധം ഉണ്ടായിരിക്കും. ഇന്ന് നമ്മുടെ കുടുംബങ്ങളുടെ അവസ്ഥകൾ ഓർത്തുകൊണ്ട് ദൈവത്തിൻ്റെ മുൻപിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പറയണം, ദൈവമേ, ഈ തകർച്ചകൾ മൂലം, ഈ അസ്വസ്ഥതകൾ മൂലം, ഈ ഭയങ്ങൾ മൂലം എൻ്റെ കുടുംബത്തിൽ ദുർഗന്ധമുണ്ടായിരിക്കും. ആ ഒരു അവസ്ഥയാണ്. ഉടനെ ഈശോ പറയുകയാണ്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും. ഇന്ന് കർത്താവായ ഈശോ വചനം തിരുവചനത്തിലൂടെ ഇതിൻ്റെ പ്രേക്ഷകരോട് പറയുകയാണ്, ആകുലപ്പെടുന്നവരെ, അസ്വസ്ഥരായിരിക്കുന്നവരെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീ നിന്റെ കുടുംബവും ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും. നിന്റെ സാമ്പത്തിക മേഖലകളിൽ, നിന്റെ കടബാധ്യതകളിൽ, നിന്റെ കുഞ്ഞുങ്ങളുടെ പഠനങ്ങളിൽ, നിന്റെ വിവാഹ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിലെ അസ്വസ്ഥതകളുടെ മേൽ വിശ്വാസത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തിരിഞ്ഞാൽ ഉറപ്പായിട്ടും നീ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും. മരിച്ച് 4 ദിവസം കഴിഞ്ഞ ലാസറിനെ ഉയർപ്പിച്ച കർത്താവിന് നമ്മുടെ കുടുംബങ്ങളെ ഉയർപ്പിക്കാൻ സാധിക്കും. ഏതൊരു അസ്വസ്ഥതകളിൽ നിന്നും നമ്മെ കൈപിടിച്ചുയർത്താൻ സാധിക്കും. ഏശയ്യാ 41:10, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. പ്രിയപ്പെട്ടവരെ, കർത്താവായ ഈശോ പഠിപ്പിക്കുകയാണ്, ഭയപ്പെടേണ്ട, ആകുലപ്പെടേണ്ട, അസ്വസ്ഥരാകേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ദൈവം നമ്മുടെ കൂടെയുണ്ട്. വേർഡ് ഓഫ് ഗോഡ് ഈസ് ജീസസ്. ദൈവവചനം യേശുവാണ്. യേശു ഇമ്മാനുവലാണ്, നമ്മുടെ കൂടെയുള്ള ദൈവം. നമ്മെ രക്ഷിക്കുന്ന, നമുക്ക് സൗഖ്യം തരുന്ന, നമുക്ക് വിടുതൽ തരുന്ന ദൈവം. നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും നമ്മുടെ സ്വത്തുവകകളെയും സംരക്ഷിക്കുന്ന ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ. ആകുലതകളും ഭയപ്പാടുകളും അസ്വസ്ഥതകളും വലിച്ചെറിയുവിൻ. പ്രിയപ്പെട്ടവരെ, കണ്ണുകൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തട്ടെ. നമ്മുടെ കുടുംബം അഭിമുഖീകരിക്കുന്ന എല്ലാ അസ്വസ്ഥതകളും, എല്ലാ പ്രയാസങ്ങളും, ഏതൊക്കെ മേഖലകളാണ് നമ്മളെ ആകുലപ്പെടുത്തുന്നത്, അവയെല്ലാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഉയർത്താം. കർത്താവിനോട് നമുക്ക് പറയാം, ഈശോയെ, അങ്ങാണ് എൻ്റെ കുടുംബത്തിൻ്റെ നാഥനും രക്ഷകനും. ആ ഈശോയുടെ നാമത്തിൽ, ആ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ അസ്വസ്ഥമാക്കുന്ന, നിങ്ങളെ ആകുലപ്പെടുത്തുന്ന എല്ലാ തിന്മകളും ഈ നിമിഷം ഈശോയുടെ നാമത്തിൽ വിട്ടുപോകട്ടെ. രോഗികൾക്ക് ഈ വചനത്താൽ സൗഖ്യം കിട്ടട്ടെ. ഈ വചനത്താൽ സാമ്പത്തിക മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കുഞ്ഞുങ്ങളുടെ ജീവിതങ്ങൾ ക്രമപ്പെടട്ടെ. അന്ധകാര ശക്തികൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.